പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥനയോടെയും വീണ്ടും നമുക്കായിരിക്കാം. നമ്മളോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തരാകിയാൽ ഒരു ദിനം കൂടെ കാണുമ്പോൾ പ്രത്യാശയുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച യോശുവയുടെ പുസ്തകം 21 അധ്യായം അതിന്റെ 45 വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവർത്തിയായി. യോശുവ സാക്ഷ്യപ്പെടുത്തിയ യഹോവ ഇസ്രായേൽ ഗൃഹത്തോട്, പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവ നമ്മളോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവായി പോകത്തില്ല. ചിലതല്പം താമസിച്ചേക്കാം, നമ്മുടെ ദൃഷ്ടിയിൽ അത് താമസമെന്ന് തോന്നക്കാം. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിലെ താമസമല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ് പലതും താമസിക്കുന്നത്. നാം ആഗ്രഹിക്കുന്നത് പലതും അതാത് സമയങ്ങളിൽ ലഭിക്കാതെ വരുന്നെങ്കിൽ നിരാശപ്പെടാതെ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ ഒന്ന് ഒരുക്കുന്നൊരു ദൈവമാണ്. ഒന്നും വൃഥാവാകുകയില്ല, സകലതും നിവർത്തിയായി. പറയാമോ? അത് പറയുവാൻ സർവശക്തൻ നമ്മെ ഏവരെയും ഇവിടുന്ന് സഹായിക്കട്ടെ. എന്നോടുള്ള, ഞങ്ങളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സകലതും ഒന്നുപോലും കുറയാതെ, ഒന്നും നഷ്ടപ്പെടാതെ ആ വാഗ്ദാനങ്ങൾ അരുളി ചെയ്തത് എന്നിൽ നിവർത്തിയായി എന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവകൃപയിൽ ആശ്രയിക്കാം. കൃപ കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.